പറയും, പക്ഷെ അമ്മയുണ്ടല്ലോ. പരിചാരകൻ ഈഡിപ്പസിനെ സന്തോഷിപ്പിക്കാനായിട്ട് പറഞ്ഞു, ധൈര്യമായിട്ട് ഈഡിപ്പസ് കൊറിന്തിലേക്ക് പോന്നോളൂ, കാരണം കൊറിന്തിലുള്ള നിങ്ങളുടെ അമ്മയല്ല. ഷീ ഈസ് നോട്ട് യുവർ മദർ. പരിചാരകൻ സന്തോഷിപ്പിക്കാൻ പറഞ്ഞത്. യഥാർത്ഥത്തില് ഈഡിപ്പസ് തകർന്നുപോയി അത് കേട്ടപ്പോൾ. നിങ്ങളുടെ അമ്മയല്ല, യഥാർത്ഥ ഒരു അച്ഛനും അമ്മയും നിങ്ങളെ ഒരു കുട്ടിയായിരുന്നപ്പോൾ ഞാനാണ് നിങ്ങളെ അവർക്ക് കൊണ്ടുപോയി വളർത്താൻ കൊടുത്തത്. പിന്നെ ആ ക്ലൈമാക്സ് അതിനെ ബിൽഡപ്പ് ചെയ്തിട്ട് ആ പോയിന്റിൽ ആദ്യമായിട്ട് ഈഡിപ്പസിന്റെ ഭാര്യ യുക്കാസ്റ്റ പറയും, ഈഡിപ്പസ് ഈ അന്വേഷണം നിർത്തണം, സ്റ്റോപ്പ് ഇറ്റ് പ്ലീസ്. പക്ഷേ ഈഡിപ്പസ് അല്ലേ, എന്ത് സ്റ്റോപ്പ് ചെയ്യാൻ? ഞാൻ ഇതിന്റെ അവസാനം കണ്ടിട്ടേ അടങ്ങും. ഞാൻ സത്യാന്വേഷണം എന്നുള്ളത് എനിക്കൊരു ആർട്ടിക്കിൾ ഓഫ് ഫെയ്ത്ത് ആണ് എൻ്റെ ജീവിതത്തിൽ. ഞാൻ സത്യം കണ്ടുപിടിക്കാതെ ഞാൻ മാറില്ല. യുക്കാസ്റ്റ ഓടി അകത്ത് പോകും. ആ സമയത്ത് ഈ പരിചാരകൻ പറഞ്ഞു, എനിക്കിത് തന്ന ഒരു ആട്ടിടയനുണ്ട്, അയാള് ഇവിടുന്ന് കുറെ ദൂരം താമസിക്കുന്ന ഒരാൾ, അയാളെ വിളിപ്പിക്കും. അയാൾ വരുമ്പോൾ നമ്മുടെ സിനിമയിൽ കാണുന്ന പോലെ സകലതും തകർന്നിട്ട് അയാൾ സത്യം പറയും. അയാൾ പറയും, ഞാൻ രാജാവിനെ കൊല്ലുന്നത് കണ്ടു, കൂടെ ഉള്ളവരെ കൊല്ലുന്നിട്ട് ഞാൻ മാത്രമാണ് രക്ഷപ്പെട്ടത്. എത്രയോ ദിവസം കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്നപ്പോൾ കാണുന്നത് രാജാവിനെ കൊന്ന ചെറുപ്പക്കാരൻ രാജ്ഞിയെ വിവാഹം ചെയ്ത് ജീവിക്കുന്നതാണ്. ഇനി ഈ വിഷയത്തിൽ ഇടപെടണ്ടെന്ന് പറഞ്ഞ് ഞാൻ ഗ്രാമത്തിലേക്ക് തിരിച്ചു പോവുകയായിരുന്നു. പിന്നെ നടക്കുന്നത് എങ്ങനെയാണ് ഒരു നാടകം അവസാനിപ്പിക്കേണ്ടത് എന്നുള്ളതിൻ്റെ ഏറ്റവും തിളക്കമുള്ള തെളിവുകളാണ്, എവിഡൻസാണ്. ഉള്ളിൽ നിന്ന് ആൾ വന്ന് പറയും, രാജാവേ, ഈഡിപ്പസ് നിങ്ങളുടെ ഭാര്യ ആത്മഹത്യ ചെയ്തിരിക്കുന്നു. നിങ്ങളുടെ ഭാര്യ ആത്മഹത്യ ചെയ്യുമ്പോൾ നിങ്ങളുടെ വിവാഹ ദിവസം അവൾ ഉടുത്തിരുന്ന മനോഹരമായ സാരിയിലാണ് നിങ്ങളുടെ ഭാര്യ ആത്മഹത്യ, അതിൽ തൂങ്ങിയാണ് യുക്കാസ്റ്റ മരിച്ചിരിക്കുന്നത്. ഈഡിപ്പസ് ഓടി അതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് പിന്നെ കാണുന്നത് ഈ വിഷണ്ണരായിട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന ഈ തീപ്സിലെ സാധാരണക്കാരായ കോറസ് മനുഷ്യരുടെ മുമ്പിലേക്ക് ഈഡിപ്പസ് അന്ധനായിട്ട് ഇത് ചോര ഒലിപ്പിച്ച് ഭാര്യയുടെ കുപ്പായത്തിൽ സ്വർണം കൊണ്ടുള്ള ഒരു അതിമനോഹരമായൊരു ലോക്കറ്റ് ഉണ്ടായിരുന്നു. അതിന് സൂചി പോലുള്ള അതെടുത്തിട്ട് ഈഡിപ്പസ് രണ്ട് കണ്ണും പൊട്ടിച്ച് ഇനി എനിക്ക് ഈ ലോകത്തൊന്നും കാണണ്ട എന്ന് പറഞ്ഞിട്ട് ഈ കൊട്ടാരത്തിൻ്റെ മുമ്പിലേക്ക് ഇങ്ങനെ അന്ധനായിട്ട് നടന്നു വരുന്നതാണ്. നമുക്കൊരു അതിനൊരു പ്രിമിറ്റീവ് ഒരു കാടത്തം അല്ലെങ്കിൽ ഒരു ബാർബറസ് ആയിട്ടുള്ള ചില രീതികളാണ് ഇതൊക്കെ എന്നൊക്കെ നമ്മൾ പറഞ്ഞാലും ഏറ്റവും സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും പരിഷ്കൃതമായ നമ്മുടെ ഇന്നത്തെ ഈ സമൂഹം നമ്മളെ നാട് കണ്ടാൽ നമ്മൾ ഇയാൾ കണ്ടുമുട്ടിച്ച് വിരവണിയൊന്നുമില്ല എന്നൊരാൾ പോലും ഒരു നിമിഷം പോലും പറയും. എന്നെ നിങ്ങളിനി എന്ത് വേണമെങ്കിലും ചെയ്തോളൂ. കാരണം ഒരിക്കലും ഒരു പുരുഷനും ചെയ്യാൻ പാടില്ലാത്ത തെറ്റ് ഞാൻ ചെയ്തു പോയി, അറിയാതെ ചെയ്തതാണ്. അതാണ് ഇതിൻ്റെ ചർച്ച വരുന്നത്. നമുക്കതിലേക്കൊന്ന് വരണം. അറിയാതെ ചെയ്യുന്ന തെറ്റാകാതെ ആകും. അപ്പോൾ കുറെ നേരം ഇവരിങ്ങനെ നോക്കി
കാരണം എൻ്റെ മക്കളെ നോക്കൂ, എൻ്റെ പെൺമക്കള്, അവരെ ഇനി ആര് അവരോട് മര്യാദക്കൊരു വർത്തമാനം പറയും? ഞാൻ അവർക്ക് സഹോദരനാണ്, ഞാൻ അവരുടെ അച്ഛനാണ്. ലോകത്ത് എവിടെയെങ്കിലും ഇങ്ങനെ കേട്ടിട്ടുണ്ടോ? ഒരേ ആള് തന്നെ അച്ഛനും സഹോദരനുമായിരിക്കുക. ആരവരെ വിവാഹം ചെയ്യും? സുന്ദരികളായ എൻ്റെ പെൺമക്കൾ അത് കുറച്ചു നേരം അതെങ്ങനെയാണ് ടൈം കൊടുക്കണമല്ലോ. അതൊക്കെ അതിമനോഹരമായ കവിതയാണ്. ആ കവിത നമ്മൾ വായിക്കണം. ആ വായിച്ചിട്ട് അപ്പോ ക്രിയോൺ ആണ് ആ രംഗത്ത് പവർഫുള്ളായിട്ട് വരുന്നത്. നിങ്ങൾ ഇനി എന്ത് ചെയ്യണമെന്നുള്ളത് ഞാൻ തീരുമാനിക്കും. ഞാനാണ് അടുത്ത രാജാവ്. നിങ്ങളെ എങ്ങോട്ട് കൊണ്ടുപോകണം, എവിടെ താമസിപ്പിക്കണം. നിങ്ങൾ അനുഭവിച്ചതൊക്കെ കടുത്ത അനുഭവങ്ങളാണ്, പക്ഷേ അതെനിക്ക് വിട്ടുതരണം. അപ്പോൾ ഇയാള് എനിക്ക് എൻ്റെ മകളെ ഒന്ന് തൊടണം എന്ന് പറയാം. എനിക്ക് എൻ്റെ മകൾ ആന്റിഗണിയെ ഒന്ന് തൊടണം. നോ, ഡോണ്ട് ടച്ച് ഹർ. നിങ്ങളുടെ മകളെ തൊടാനൊന്നും ഞാൻ ഇനി അനുവദിക്കാൻ പോകുന്നു. അപ്പോൾ കോറസ് പറയും, കണ്ടില്ലേ, കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപ് ചക്രവർത്തിയായിട്ട് ദ്വീപിലെ ചോദ്യം ചെയ്യാനൊക്കാത്ത എല്ലാ അറിവുകളുമുള്ള ദ മോസ്റ്റ് ഇന്റലിജന്റ് മാൻ ദ്വീപ്സിലെ കുറച്ച് മണിക്കൂറുകൾ കഴിയുമ്പോൾ മനുഷ്യന്റെ ഗതി ഇതാണ്. അതുകൊണ്ട് മരണത്തിലേക്ക് മരിക്കുന്ന ദിവസം വരെ ഒരു മനുഷ്യനും പറയരുത് ഞാനാണ് ജീവിതത്തിലെ ഏറ്റവും ഭാഗ്യവാൻ. അത് മരിച്ചതിന് ശേഷം മറ്റുള്ളവർ പറയണം. മരണത്തിന്റെ മുഖത്ത് നിൽക്കുന്നിടം വരെ നമ്മളല്ലേ ഈ ഭൗതിക സുഖങ്ങളുടെ ഒരു ശീതള ഛായയിൽ ചില മനുഷ്യരങ്ങോട്ട് അഭിരമിക്കുമ്പോൾ അവരുടെ വിചാരം എന്താ? ഇതങ്ങ് തുടരുമെന്നാണ്. ഒരു നിമിഷം, വൺ മൊമെന്റ് സന്തോഷമായിട്ട് രാത്രി മുഴുവൻ ചെലവഴിച്ചിട്ട് ഒരു 11-11:30 ആകുമ്പോൾ ഭാര്യയോട് എനിക്ക് തല കറങ്ങുന്നു എന്ന് പറയുമ്പോൾ ഒരു സെക്കൻഡില് ജീവിതം മാറി. രാവിലെ ഡോക്ടറെ കാണുമ്പോൾ എന്ത് പറയുന്നെന്ന് ആർക്കും പറയാൻ കഴിയും. അപ്പോ ഒരു നാടകത്തിന് എത്ര ഈ നമ്മുടെ എല്ലാ ഭാഷയിലും ഉണ്ട്. പക്ഷേ ഗ്രീസിലെ ജനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചൊല്ലുകൾ മുഴുവനും സോഫോക്കിൾസിന്റെ ഈസ്റ്റ്ലെസിലെ നാടകത്തിലെ ഓരോ 2 പേജ് കൂടുമ്പോൾ ഒരു 3-4 തൊട്ടാണ്. ഒരു പുരുഷൻ എപ്പോഴും മരിച്ചു കിടക്കുന്നതിന് ഈസ്റ്റ്ലെസ് പറയുന്നുണ്ട്, മരിച്ചു കിടക്കുന്നതിന് ഒന്നുകൂടെ ചവിട്ടാൻ താല്പര്യമുള്ളത് പുരുഷനും മാത്രമാണ്. അങ്ങനെ എന്തെല്ലാം സേയിങ്സ് ഉണ്ട്. പുരുഷൻ ക്രൂരനാണ്, സ്ത്രീയെ നിങ്ങൾ ഒരിക്കലും അധികം വിശ്വസിക്കരുത്. അങ്ങനെ നിറയെ സ്റ്റേറ്റ്മെന്റ്സ് ആണ്. അത് പൊയറ്റിക്കുമായിരിക്കും. അങ്ങനെ ഈ കോറസ് പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ്. അത് ഏറ്റവും പ്രശസ്തനായിട്ടുള്ള സോഫോക്കിൾസിന്റെ പഠനം നടത്തിയിട്ടുള്ള SDF കിറ്റോ എന്ന ആള് അദ്ദേഹം പറയുന്നു, ഈ നിങ്ങളുടെ ജീവിതത്തിന്റെ അവസാനം വരെ നിങ്ങൾ ഭാഗ്യവാനെന്ന് കണക്ക് കൂട്ടരുത് എന്നുള്ളത് സോഫോക്കിൾസ് എഴുതിയതല്ല, വേറെ ആരും എഴുതിയതാണെന്ന് ഇദ്ദേഹത്തിന്റെ വിമർശന പഠനത്തിൽ അത് സന്തോഷത്തിന് ചേർത്തതാണ്. സോഫോക്കിൾസ് അങ്ങനെ എഴുതുന്ന ആളല്ല എന്ന് തന്നെ ഇദ്ദേഹത്തിന്റെ ട്രാൻസ്ലേഷൻ ആയില്ല. പക്ഷെ ബാക്കി എല്ലാ തർജ്ജമയിലും ഉണ്ട്. കോറസാണ് അവസാനിപ്പിക്കുന്നത്. അപ്പൊ നമ്മളുടെ ഇവിടുത്തെ നമ്മൾ അന്വേഷിക്കേണ്ടത് കുറെ കാര്യങ്ങളുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് എന്തൊക്കെ പ്രമേയങ്ങൾ, എന്തൊക്കെ തീംസാണ്
ഇത് ഈ സോഫോക്ലസ് നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത്. ഒന്നാമത്, കഴിഞ്ഞ 2500 വർഷം ലോകം മുഴുവൻ കൊണ്ടു നടക്കുന്ന തീമാണ് സോഫോക്ലസ് നമുക്ക് പഠിപ്പിച്ചു തന്നത്. അത് ക്രൈം ആൻഡ് പണിഷ്മെന്റ്. ഡോസ്റ്റോവസ്കിയുടെ നോവലിന്റെ പേര് ഞാൻ പറയുകയല്ല. നാം ഒരു പഠനം നടത്തിയാൽ എത്രയോ ലക്ഷക്കണക്കിന് നോവലുകളും കവിതകളും നാടകങ്ങളും എല്ലാം കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഒരു തുടക്കത്തിൽ, ഒരു പോയിന്റിൽ ഒരു കുറ്റം ഒരാൾ ചെയ്യുന്നു, അത് കണ്ടുപിടിക്കാനുള്ള അന്വേഷണം. ആ ക്രൈം എന്ന് പറയുന്നത്, ആ ക്രൈം ഞാൻ അറിയാതെ പറ്റിപ്പോയതാണ്. ദൈവങ്ങൾ പറയുന്നത് അതിൽ നിങ്ങൾക്ക് ജസ്റ്റിഫിക്കേഷൻ ഇല്ല. ആർ യു ഗിൽറ്റി? നിങ്ങൾക്ക് ഗിൽറ്റി ആയിട്ട് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ മനസ്സ് നിങ്ങൾ ഗിൽറ്റി ആയിട്ട്. സോഫോക്ലസ് കൊണ്ടുവരുന്ന മറ്റൊരു ഐഡിയ, നമ്മളുടെ ജീവിതത്തിന്റെ ഓരോ ദിവസവും നാം നടത്തുന്ന ഒരു ആത്മപരിശോധന കൂടിയാണ്. ഓരോ ദിവസത്തെയും ക്രൈമും അതിന് നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന് ദുഃഖിക്കുമ്പോൾ ഉണ്ടാകുന്ന നിങ്ങളുടെ പണിഷ്മെന്റ്. ഇതൊരു കുട്ടിക്കളിയൊന്നും അല്ല, ഒരു ഗംഭീര ക്ലാസിക് എഴുതി ശരിയാകുക എന്നുള്ളത്. കാരണം നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലേക്കാണ് സോഫോക്ലസ് കയറി വരുന്നത്. ഒരു സമൂഹത്തിന്റെ മാത്രമല്ല. നിങ്ങൾ എന്തൊക്കെ തെറ്റുകളെ ചെയ്തിരിക്കും. മറ്റൊന്ന്, ഈ കുറ്റം ചെയ്തതിന് ശേഷം എത്ര വർഷം നിങ്ങളത് മൂടി വയ്ക്കും? അത് ഗ്രീക്കുകാരുടെ വിശ്വാസമായിരുന്നു. നിങ്ങൾ എത്രയോ കാലം മൂടി വെച്ചാലും അത് ഇങ്ങനെ ഒരു ഹോണ്ടിങ് ഷാഡോ ആയിട്ട് ഇങ്ങനെ ഓരോ മിനിറ്റ് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു ഘട്ടത്തില് അതിങ്ങനെ ഒരു കറുത്ത ഷാഡോ പോലെ നിങ്ങളെ ഇങ്ങനെ പിന്തുടരുക. ഒരു പോയിന്റിൽ അത് പിടിക്കുമെന്ന് നല്ലവനായ സോഫോക്ലസ് പറയുന്നതാണ്. എത്രയോ പേര് പിടിക്കാതെ അത് സുഖമായിട്ട് രക്ഷപ്പെട്ടു. അതുകൊണ്ട് ഇതിനെ, ഞാൻ പറയുന്നതിനെ ഒരു പോയിന്റ് കൂടുതൽ ഗൗരവമായിട്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ എടുക്കരുത്. പക്ഷേ ഈ സോഫോക്ലസിന്റെ, ഈഡിപ്പസിന്റെ കേസില് മര്യാദയ്ക്ക് യൊക്കാസ്റ്റ പറഞ്ഞതാണ്, അന്വേഷണം നിർത്തൂ, നിങ്ങളിവിടെ നിർത്തൂ. പക്ഷേ സോഫോക്ലസിന്റെ അല്ലെങ്കിൽ ഈഡിപ്പസിൽ കൂടിയുള്ള സോഫോക്ലസിന്റെ സത്യാന്വേഷണം എന്ന് വെച്ചാൽ സത്യം കണ്ടുപിടിച്ചയാളാണ്. എന്താണ് സത്യം എന്നുള്ളതിനെ പറ്റിയിട്ട് ഈ യേശുക്രിസ്തുവിനെ ചാട്ടവാറ് കൊണ്ട് അടിച്ച് ആ റോമൻ പട്ടാളക്കാരൻ പോലും യേശുക്രിസ്തുവിനെ മുമ്പിൽ കൊണ്ട് നിർത്തിയിട്ട്, എന്താ അങ്ങയുടെ പേര് ഞാൻ വിട്ടുപോയി, എന്താ അവരുടെ പേര്? പിലാത്തോസിനെ അറിയാമെങ്കിൽ യേശുക്രിസ്തു ശുദ്ധനാണ്. പക്ഷേ ഈ ആക്ഷേപിച്ചുകൊണ്ട് ഇദ്ദേഹത്തെ ക്രൂസിഫൈ ഹിം, അവനെ കുരിശിൽ തറയ്ക്കാന്ന് പറഞ്ഞ ആൾക്കാർ നിൽക്കുകയല്ലേ. നിവൃത്തിയില്ലാതെ അങ്ങേര് ആ ചാട്ടവാറെടുത്ത് സിംബോളിക്കായിട്ട് ഒരു അടി കൊടുക്കും. എന്നിട്ട് ആ ചുറ്റും നിന്ന ആള് കേൾക്കുന്നുണ്ട് പിലാത്തോസ് ചോദിക്കുന്ന ചോദ്യം, എന്താണ് സത്യം? കേട്ടോണ്ട് നിന്ന ആള് മറുപടി എഴുതാന്ന് വിചാരിച്ചു. പിലാത്തോസ് മറുപടി പറഞ്ഞില്ല. എന്താണ് സത്യം എന്ന് ചോദിച്ചു പിലാത്തോസ് നിർത്തി. കാരണം സത്യം എന്താ? സത്യം ഗാന്ധിയം എന്ന സത്യമാണ്. സത്യം എന്ന് പറയുന്നത് പോലെ ഇത്രയും വിശാലമായിട്ട് നമുക്ക് നിങ്ങളുടെ സത്യം അല്ല എൻ്റെ സത്യം. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഈഡിപ്പസിന്റെ സത്യം എന്താ? ഈഡിപ്പസ് അന്വേഷിച്ചിട്ട് എന്ത് കിട്ടി? അത് പലരും പറയുന്നു ഈഡിപ്പസിന് ഈ അന്വേഷണമായിട്ട് കൊണ്ടുപോകും. മാത്രമല്ല സത്യം യൊക്കാസ്റ്റ പറഞ്ഞത് ശരിയല്ലേ?
നിങ്ങൾ എന്ത് സത്യാന്വേഷണമാണ് ഈ നടത്തുന്നത്? ഇബ്സന്റെ നാടകങ്ങളിൽ അത് പറയുന്നുണ്ട്. ആദ്യത്തെ അദ്ദേഹത്തിന്റെ പ്രശസ്തമായ നാടകമായിട്ടുള്ള ഈ പാവക്കൂട്, എ ഡോൾസ് ഹൗസ്, ഹൗസില് നോറ പറയുന്നത് നമ്മൾ തമ്മിൽ സത്യം നമ്മൾ പറഞ്ഞേ പറ്റൂ, നമ്മൾ സത്യം പറയണം. സത്യം പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് 2-3 കുട്ടികളുണ്ടെങ്കിലും നിങ്ങൾ കഴിഞ്ഞ 8 വർഷമായിട്ട് ഞാൻ താമസിക്കുന്നത് ഒരു അപരിചിതന്റെ കൂടെയാണ് എന്നെനിക്ക് മനസ്സിലായി. അപ്പോ ഓക്കെ, അതിന്റെ 2ാം ഭാഗത്ത് അപ്പൊ സത്യം പറഞ്ഞാലുള്ള ട്രാജഡി എന്താന്ന് വെച്ചാല് വീട് ചിഹ്നവിന്റെ നാശമായി. അദ്ദേഹത്തിന്റെ അടുത്ത നാടകത്തിൽ അദ്ദേഹം ലഹള കൂടി പറഞ്ഞു, എന്നാ ശരി സത്യം പറയാതിരിക്കാം. ഗോസ് എന്നുള്ള അടുത്ത നാടകത്തില് നമ്മൾ ആരും സത്യം, അതിനകത്ത് പ്രധാന ക്യാരക്ടറായിട്ടുള്ള മിസസ് ആൽവിങ് പറയുന്നു എല്ലാം മകനിൽ നിന്ന് മൂടി വെക്കുകയാണ്. സത്യം പറയരുത്, സത്യം പറയരുത്, ഒളിച്ചു വയ്ക്ക്, ഒളിച്ചു വയ്ക്ക്, ഒളിച്ചു വയ്ക്ക്. സത്യം ഒളിച്ചു വെച്ചിട്ട് എന്താ പറ്റിയത്? നോറ ഒന്നുമില്ലെങ്കിലും മര്യാദയ്ക്ക് അവിടെ ഇവിടെയൊക്കെ വേഷം കെട്ടി നടക്കുന്നുണ്ട്. പക്ഷേ മിസസ് ആൽവിങ് സത്യം ഒളിച്ചു വെച്ചതിന്റെ ഭീകരതയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? സത്യം പറയാൻ പാടില്ല, പറയാതിരുന്നാല് തകർച്ച, സത്യം പറഞ്ഞാൽ അതിനേക്കാളും തകർച്ച. ഇബ്സന്റെ വേറൊരു നാടകത്തിൽ ഇതേ പ്രശ്നമുണ്ട്, കാട്ടുതാറാവ്, ദ വൈൽഡ് ഡക്ക്. അതില് ഈ ഒരു വ്യത്യാസനം വരുന്നുണ്ട്. ഒരു ഭാര്യയും ഭർത്താവ് സന്തോഷമായിട്ട് ജീവിക്കുന്നു. പക്ഷേ അവര് ഇങ്ങനെ ജീവിച്ച പോരാ, അവര് പരസ്പരം സത്യം പറഞ്ഞിട്ടില്ല. ഈ ഭാര്യയെ പറ്റിയിട്ട് എനിക്ക് കുറെ സത്യം അറിയാം, ഇത് 2 പേരും വരും. പുതുതായിട്ട് വന്ന ആള് കുറെ സത്യം അങ്ങോട്ട് പറഞ്ഞു, ആ വീട് തകർന്ന് നാശമായി. അപ്പൊ സത്യം നിങ്ങൾ പറയണം. എല്ലാ സത്യങ്ങളും പറഞ്ഞാൽ തന്നെ നിങ്ങൾ എന്തുമാത്രം സത്യം പറയണം. സത്യം പറയാതിരുന്നാല് ഒരു മനുഷ്യ മനസ്സിന് എന്താണ് അതിനോടുള്ള റെസ്പോൺസ്? ഗഥെ, ജർമ്മൻ ലോകപ്രശസ്തനായ ജർമ്മൻ നാടകത്താണ് ഗഥെ. ഗഥെ ആവർത്തിച്ച് ഈ ചോദ്യം ഇത് ഈ സോഫോക്ലീസിൻ്റെതായിട്ട് എടുത്ത് ചോദിക്കുന്നുണ്ട്. എന്തിനാണ് ഇയാളെ കൊണ്ട് ഇത്രയും വലിയൊരു അന്വേഷണം നടത്തിയത്? സത്യം ഗഥയ്ക്ക് എത്രയെത്ര ഡിബേറ്റ്സ് ആണ് നടക്കുന്നത്. നീഷെ എന്നുള്ള ഫ്രെഡറിക് നീഷെ, ജർമ്മൻ ഫിലോസഫർ, അദ്ദേഹത്തിന്റെ ലോകപ്രശസ്തമായ പുസ്തകമാണ് ദ ബർത്ത് ഓഫ് ട്രാജഡി. അതിമനോഹരമായ പുസ്തകം. അതിൽ അദ്ദേഹം ഈ ആസ്പെക്ട് ഡിബേറ്റ് ചെയ്യും. സോഫോക്കിൾസ് ആണോ ലോകത്തെ ഏറ്റവും വലിപ്പമുള്ള നാടകകൃത്ത്? ആ വലിപ്പമുള്ള നാടകകൃത്ത് സോഫോക്കിൾസ് ആണെങ്കിൽ അതിൽ ഈഡിപ്പസിന്റെ റോൾ എന്ത്? ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്ക് നമ്മുടെ മനസ്സ് ഒരു പുസ്തകത്തിൽ കൂടി, നാടകമാകട്ടെ നോവലാകട്ടെ എന്തിൽ കൂടി അങ്ങോട്ട് കടന്നു പോകുമ്പോൾ അതില് ആവിഷ്കരിച്ചിരിക്കുന്നതിൽ അതിൽ പറയുന്ന കാര്യങ്ങള് നിങ്ങളുമായിട്ട് സംവേദിക്കുമ്പോൾ നമുക്ക് അതിനോടൊരു റിസ്പോൺസ് തോന്നണമെങ്കിൽ അതില് ഒരുപാട് സത്യസന്ധത വേണം. കള്ളനായ ഒരു എഴുത്തുകാരന് നിങ്ങളുടെ മനസ്സിനെ സ്വാധീനിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഒരു ഗംഭീരനായിട്ടുള്ള സോഫോക്ലസിനെ പോലെ ഉള്ള ഒരു മഹാപ്രതിഭയ്ക്ക് ധൈര്യമായിട്ട് ഈഡിപ്പസിന്റെ ജീവിതം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ കഴിയും. എന്തും വരും എന്നുള്ളത്
അത് എങ്ങനെയാണ് ഗൗരവമായ ഒരു ഇത്രയും ആഴമുള്ള റിഫൈൻഡ് മനസ്സെന്നാണ് ഗതെ പറയുന്നത്. റിഫൈൻമെന്റ് ഉള്ള, സോഫിസ്റ്റിക്കേഷൻ ഉള്ള മനസ്സെന്നാണ്. ആ റിഫൈൻഡ് ആയിട്ടുള്ള മനസ്സിന് മാത്രമേ ഈ രീതിയിലുള്ള ചോദ്യങ്ങളോട്, ഈ മനുഷ്യ ജീവിതത്തിന്റെ പ്രതിസന്ധികളോട് ഒരു പ്രതിസന്ധി ഉണ്ടായിരിക്കുകയാണ് ഈഡിപ്പസിന്റെ ജീവിതത്തിൽ. അവിടെ നിങ്ങൾക്ക് അതിനോട് റെസ്പോണ്ട് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ചില കാര്യങ്ങളുണ്ടാകും. അത് ഇയാൾ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ നീഷയും ജർമ്മൻകാരും മുഴുവനും ഒരു കണ്ണാടി പോലെ അതിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് അത്? അതിലെ ഉള്ളടക്കത്തിൻ്റെത് മാത്രമല്ല കേട്ടോ. ഇത് ഏറ്റവും ഗംഭീരമായിട്ടുള്ളത് വെച്ചാൽ ഇത്രയും ശില്പഭംഗിയുള്ള മറ്റൊരു നാടകം എഴുതപ്പെട്ടിട്ടുള്ളതാണ്. എത്രയോ പേർക്ക് എത്രയോ ആശയങ്ങളുണ്ട്. പക്ഷെ അത് ഇങ്ങനെ അങ്ങോട്ട് ഒരു ബിൽഡപ്പ് ചെയ്തുകൊണ്ട് വന്ന് ആദ്യം ഒരു ഇൻസിഡന്റ് സംഭവം ഉണ്ടായി, പിന്നെ ഈ ക്രിയോൺ വരുന്നു, കണ്ണു കാണാൻ വയ്യാത്ത ടെറേസിയാസ് വരുന്നു, അതങ്ങോട്ട് നമ്മളെ അങ്ങോട്ട് പൊക്കിക്കൊണ്ട് പോയി ഒരു പോയിന്റ് വെച്ചിട്ട് ഈഡിപ്പസിന് മനസ്സിലാക്കുന്നു സംഗതി കുഴപ്പമായിരിക്കും. പിന്നെ ആ കാഴ്ച എന്ത് ഭംഗിയായ കൺസ്ട്രക്ഷൻ! എസ്കിലിസിനൊന്നും ഈ ഒരു കൺസ്ട്രക്ഷൻ ഇല്ല. ആർട്ടിസ്റ്റാണ്, ക്രാഫ്റ്റ്സ്മാൻ ആണ്. എ ഗ്രേറ്റ് റൈറ്റർ ഈസ് ഓൾവേസ് എ ഗ്രേറ്റ് ക്രാഫ്റ്റ്സ്മാൻ. അല്ലാതെ ഞാൻ ലോകത്ത് ആർക്ക് എൻ്റെ അത്ര നല്ല ആശയങ്ങളില്ല എന്ന് പറഞ്ഞ് എഴുതി വെച്ചാൽ മൂന്നാം ദിവസം അത് വായിക്കാൻ ആരും കാണില്ല. നിങ്ങളൊരു പുസ്തകം വായിക്കുന്നത് അതിൻ്റെ ആ ശില്പ സൗന്ദര്യം കൊണ്ട്. അപ്പോ ഈ പിന്നെ ഉള്ളത് ആ നാടകത്തിലുടനീളം നമ്മളെ അലട്ടുന്നത് മറ്റൊന്നാണ്. കണ്ണ് കാണാൻ കഴിയുന്നവനാണോ കാണുന്നത്? അന്ധനാണ്. ആർക്കാണ് കാഴ്ച? ഈഡിപ്പസ് ടെറേസിയാസ് പറഞ്ഞത് തമാശയൊന്നുമല്ല. ഇന്നല്ലെങ്കിൽ നീ പശ്ചാത്തപിക്കും എന്നെ അന്ധനെന്ന് വിളിച്ചതിന്. കാരണം അന്ധനാണെങ്കിലും എനിക്ക് കാണാം. നിനക്ക് കണ്ണുണ്ടായിട്ട് എന്ത് കാര്യം? തൊട്ടടുത്ത് നിൽക്കുന്ന നിന്റെ ഭാര്യ നിന്റെ അമ്മയാണെന്ന് അറിയാത്ത മല കഴുത. എനിക്ക് ഒരു ഈ മനസാക്ഷി കുത്ത് ഈ നോവലിലൊക്കെ വരുന്ന വെളിച്ചം, ഇരുട്ടും വെളിച്ചവും തമ്മിലുള്ള ഒരു കോൺട്രാസ്റ്റ്. എവിടെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, ഷാഡോയില്, ഇത് കഥാപാത്രങ്ങളിലേക്ക് ഇങ്ങനെ സോഫോക്ലീസ് വ്യാപിപ്പിക്കും. ഇരുട്ടും വെളിച്ചം എന്നുള്ളത് ആശയത്തിൽ മാത്രമല്ല, കഥാപാത്രങ്ങൾക്കുണ്ടാകുന്നുണ്ട്. നമ്മളിങ്ങനെ ദുഃഖം വരുന്നെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ സന്തോഷത്തിൻ്റെതായിട്ടുള്ള ഒരു പാട്ട്. അപ്പൊ ഇനി ഈ ലൈറ്റ് ആൻഡ് ഡാർക്ക്നെസ് എന്നുള്ള അതൊരു ആർട്ടിന്റെ ഭാഗമായിട്ടുള്ളത്, കലയുടെ ഭാഗമായിട്ട് അതും സോഫോക്ലിസ് തുടങ്ങി. അതിൽ നിന്ന് പഠിച്ചിട്ടാണ് നമ്മുടെ മൂന്നാം കിട മലയാള സിനിമ മുഴുവൻ ഒരാളത് ഏറ്റവും നല്ല നായകനും മറ്റേയാൾ ഏറ്റവും മോശമായ ചട്ടമ്പി അയക്കുന്നത്. ഇത്ര വില കുറഞ്ഞ സിനിമ ആരെങ്കിലും കാണും? കാരണം ഒരിടത്ത് വെളിച്ചം, മറ്റേടത്ത് ഇരുട്ട്. അങ്ങനെയാണ് അത്. ഈ വെളിച്ചവും ഇരുട്ടെന്ന് പറയുന്നത് അങ്ങനെ വിഭജിച്ചുകൊണ്ട് അത് ശരിയല്ല എന്നുള്ള മറ്റൊരു പഠനമാണ്. നമുക്ക് നാളെ എനിക്ക് അതിനെപ്പറ്റി കുറച്ച് സംസാരിക്കാനുണ്ട്. എല്ലാത്തിനെയും നല്ലതും ചീത്തയും. ഈ ഈഡിപ്പസിന്റെ മറ്റൊന്നിലേക്ക് ഒരുമിച്ച് നമുക്കൊന്നും ചില കാര്യങ്ങൾ ചർച്ച ചെയ്യും. കാരണം ഇതിൻ്റെ ഈ
ഒരു 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 കഥാപാത്രത്തിന്റെ മനസ്സിൽ നടക്കുന്ന യുദ്ധമുണ്ട്. പാവം ഈഡിപ്പസ്, പാവം ഈഡിപ്പസ് എന്ന് ഞാൻ മാത്രമല്ല എല്ലാവരും പറയുന്നത്. അതിൻ്റെ പകുതിക്ക് ശേഷം ഈഡിപ്പസ് എങ്ങനെ ഈ കൂട്ടിലേക്ക് ട്രാപ്പ് ചെയ്യാൻ പോകുന്ന ഒരു 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 പുലിയുടെ പോലുള്ള ഒരു സ്വഭാവം ഈഡിപ്പസിനുണ്ട്. കാട്ടിൽ എവിടെ ഓടിയാലും അവിടെ ട്രാപ്പാണ്. അവസാനം ഓടി 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 ചെന്നിട്ട് ഇനി രക്ഷയില്ല. ആ ഒരു ട്രാപ്പുണ്ട്. ആ സമയം മുഴുവൻ ഗംഭീരനായിട്ടുള്ള വീരശൂര പരാക്രമി അല്ലേ, സ്ഫിങ്സിനെ തോൽപ്പിച്ചയാള്. എത്രയോ മനുഷ്യരെ കൊന്ന സ്ഫിങ്സിന് ഒരു ഉത്തരം കൊണ്ട് സ്ഫിങ്സ് ആത്മഹത്യ ചെയ്തു. അപ്പൊ എന്താ ഒരു കഥാപാത്രയുടെ കുഴപ്പം ഇതാണ്. ഹമാർഷ്യ അല്ലെങ്കിൽ ട്രാജിക് ഫ്ലോ, അദ്ദേഹത്തിന്റെ സ്വഭാവത്തിൽ ഒരു വൈകല്യമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ അതാണ് എല്ലാവരെയും ചൂണ്ടിക്കാണിക്കുന്നത്. ഈഡിപ്പസിന്റെ വിചാരം ഞാനാണ് ഏറ്റവും നല്ലവൻ. അതാണ് കുഴപ്പം. ഈഡിപ്പസിന് ഒരു അഹങ്കാരമുണ്ട്. ഞാൻ ജനങ്ങളുടെ പ്രകൃതിയാണ്, പക്ഷേ എന്നെ കഴിഞ്ഞ് ആരും ഇല്ല. ഞാനാണ് എല്ലാത്തിനും ഉത്തരം ഞാൻ കണ്ടുപിടിക്കും. ജനങ്ങളുടെ സൗഖ്യം മുഴുവൻ ഞാൻ ചെയ്തു കൊടുക്കും, ഞാൻ മാത്രം. അത് ഗ്രീസിലെ ജനത മോഡറേഷൻ ഇഷ്ടപ്പെട്ടിരുന്നവരാണ്. ഒരുവിധം ഒരു മര്യാദയ്ക്ക് ഹ്യൂമനിസ്റ്റായിട്ടൊക്കെ ജീവിക്കണം. മാൻ ഈസ് ദ മെഷർ ഓഫ് എവറിത്തിങ്, എല്ലാത്തിൻ്റെ അളവ് പോലും മനുഷ്യനാണ് എന്ന് ആദ്യമായിട്ട് പറഞ്ഞതും നോ ദൈസെൽഫ്, നിങ്ങളെ തന്നെ അറിയുക എന്ന് അവരുടെ അമ്പലത്തിൽ എഴുതി വെച്ചത് ഗ്രീക്കുകാരാണ്. നോ ദൈസെൽഫ്, മാൻ ഈസ് ദ മെഷർ ഓഫ്, എല്ലാത്തിൻ്റെ അളവ് പോലും മനുഷ്യനാണ്. പക്ഷെ അതിൻ്റെ രണ്ടാം ഭാഗം അവർ ചേർത്തിട്ടുണ്ട്. മാൻ ഈസ് ദ മെഷർ ഓഫ് എവറിത്തിങ് ബട്ട് മാൻ ഈസ് സ്മോൾ. പക്ഷെ മനുഷ്യൻ ചെറുതാണ്. ആ മനുഷ്യൻ ഒരിക്കലും വിചാരിക്കരുത് ഞാനൊരു ആനയാണ്. അതാണ് ഈഡിപ്പസിന് പറ്റിയ ഏറ്റവും വലിയ തെറ്റ്. ഈഡിപ്പസിനുള്ള പഠനങ്ങൾ ഞങ്ങൾ പോസ്റ്റ് ഗ്രാജുവേറ്റ് ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ നൂറുകണക്കിന് പുസ്തകങ്ങൾ ഞങ്ങൾ വായിക്കും, പഠിക്കും. അത് ഏറ്റവും ലോകം മുഴുവനാകുന്ന ഇയാളുടെ ഡിസ്പ്രപ്പോർഷനേറ്റ് ആയിട്ട് ഒരു പുരുഷന് ഒരു മനുഷ്യന് അവൻ്റെ അമ്മയോട് സ്നേഹം വരുന്നതാണ് ഫ്രോയിഡ് സൈക്കോ അനാലിസിസിലെ കേന്ദ്ര ബിന്ദുവായിട്ട് എടുത്തിട്ട് ഈഡിപ്പസ് കോംപ്ലക്സ് എന്നതിന് പേരിട്ട്. ഈഡിപ്പസും കോംപ്ലക്സും അറിയാത്തവർക്ക് ഈഡിപ്പസ് കോംപ്ലക്സ് അറിയാം. ഈഡിപ്പസ് കോംപ്ലക്സ് അമ്മയോട് അതിന് കവിഞ്ഞ സ്നേഹം വരുന്ന ഉടനെ ഭാര്യയോട് നീതി പുലർത്താൻ കഴിയാതിരിക്കുക. ഭാര്യയോട് നീതി പുലർത്താൻ കഴിയാതിരിക്കുമ്പോൾ അതിന് ശാരീരികവും മാനസികവുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോ സോഫോക്കിൾസ് പിടിച്ചിരിക്കുന്നത് ഗ്രീസിന്റെ പ്രശ്നമല്ല. അതാണ് ഫ്രോയിഡ് പറയുന്നത്. സോഫോക്കിൾസ് കൈകാര്യം ചെയ്യുന്നത് ഗ്രീസിന്റെ പ്രശ്നമല്ല, ലോകത്തെ എല്ലാ പുരുഷന്മാരും ഉള്ള പ്രശ്നം. അതുകൊണ്ടാണ് അതിനകത്ത് ആ മറക്കാനൊക്കാത്ത ലൈൻ യൊക്കാസ്റ്റ പറയുന്നത്. എത്രയോ പുരുഷന്മാർ അമ്മയുമായിട്ട് ഉറങ്ങുന്ന, കാരണം സത്യസന്ധമായ ജീവിതത്തിൽ അമ്മയുമായിട്ട് ഉറങ്ങുന്നത് അവന് സങ്കല്പിക്കാൻ, അതവൻ്റെ അബോധ മനസ്സിലാണ്. അത് അച്ഛൻ അമ്മയുടെ നെഞ്ചത്ത് നിന്ന മകനെ കുട്ടിയായിരിക്കും പിടിച്ച് മാറ്റിപ്പോകുന്നതിൽ തുടങ്ങിയ വൈരാഗ്യം അച്ഛനോടുള്ളത് സപ്രസ് ചെയ്ത് നിന്നെങ്കിലും അത് പലപ്പോഴും പുറത്തു വരും അമ്മയോടുള്ള ആ സ്നേഹം. ആ സ്നേഹം വന്നിട്ട് അത് ഒരു ലെവലിനപ്പുറം ആകുമ്പോൾ ഇയാൾക്ക് അമ്മയെ ഒരു വാക്ക് പോലും പറയാൻ കഴിയാതാകും. ഹാംലെറ്റിന് എന്തുകൊണ്ടാണ് ഹാംലെറ്റിന്റെ അച്ഛൻ ഹാംലെറ്റിനോട് ആ വിവരം കേട്ട നിന്റെ അമ്മയെ നീ ദയവ് ചെയ്ത് ഉപദ്രവിക്കരുത്, അവൾക്ക് ഇപ്പോ അവൾ കൂടെ ഉറങ്ങുന്ന നിന്റെ ചിറ്റപ്പൻ ഇളയച്ഛൻ അല്ല ആരും കൂടെ ഉറങ്ങിയാലും വ്യത്യാസമില്ലാത്ത സ്ത്രീയാണ്, അതുകൊണ്ട് നീ അവള് വെറുതെ നിന്റെ അമ്മയ്ക്ക് ഫീലിംഗ് ഇല്ല. പക്ഷെ ഹാംലെറ്റിനുണ്ട്.
ഹാംലെറ്റിനുണ്ട്. ഹാംലെറ്റ് അമ്മയുടെ മുമ്പിൽ വരുമ്പോൾ ഹാംലെറ്റ് നിസ്സഹായനായി പോന്നു. കാരണം ഹാംലെറ്റിന് സ്വകാര്യമായിട്ട് അമ്മയെ പ്രാപിക്കാനുള്ള ഒരു ത്വര ഹാംലെറ്റിനുണ്ട്. അമേരിക്കൻ പ്ലേറൈറ്റ്സ് എത്രയോ പേര് അതിമനോഹരമായ നാടകങ്ങൾ എഴുതിയിട്ടുണ്ട്. ടെന്നസി വില്യംസിന്റെ നാടകമുണ്ട്. അതിനകത്തൊക്കെ ഈ അമ്മയായിട്ടും അമ്മയുടെ മുമ്പിൽ തോറ്റുപോകുന്ന മകനായിട്ട് എത്ര ഗംഭീര നാടകങ്ങളല്ലേ ലോകത്ത് എഴുതപ്പെട്ടിട്ടുള്ളത്. സോഫോക്ലിസിനോട് നമുക്ക് നന്ദി പറയാം. അത് തുടർന്ന് ഞാൻ അത് മാത്രം ഒന്ന് പറഞ്ഞു പോകും. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ ഇതേപോലുള്ളത് ഇതിൻ്റെ നിഴലിൽ പ്രാധാന്യം നഷ്ടപ്പെട്ടു പോയ 2 നാടകങ്ങളെ പറ്റിയും കൂടി സൂചിപ്പിച്ച് നമുക്ക് ഒരുമിച്ചൊന്ന് ചർച്ച ചെയ്യും. അത് എടുത്തു പറയേണ്ടത് ആന്റിഗണിയാണ്. ആന്റിഗണി മകളാണ്. ആന്റിഗണിക്ക് ആദ്യത്തെ നാടകത്തിൻ്റെ ശില്പഭംഗി കുറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പഠനമുണ്ട്. നല്ല ഇതാണ്. അതിനകത്ത് അയാൾ പറയുന്നത് അന്നത്തെ ഗ്രീക്ക് ജനതയ്ക്ക് കണ്ണുപൊട്ടുന്നത് കാണാൻ മാത്രമാണ് അനുവദിച്ചിരുന്നത്. പൂർണ്ണ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നെങ്കിൽ ഈഡിപ്പസ് കോറസിന്റെ മുമ്പിൽ തൻ്റെ വൃഷണങ്ങൾ മുറിച്ച് എറിയുമായിരുന്നു എന്നാണ് പറയുന്നത്. അദ്ദേഹം ഒരു ലിംഗഛേദം, കാരണം അതാണ് ഈഡിപ്പസ് ആഗ്രഹിച്ചത്, ചെയ്യാൻ വിചാരിച്ചത്. പക്ഷെ അത് കണ്ടാല് സോഫോക്ലിസിന് അടിയുണ്ട്. അതുകൊണ്ട് അതിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ടാണ് അത് ചെയ്യാൻ കഴിയാത്തത് കൊണ്ടാണ്. കാരണം ഇതിനൊക്കെ ഉത്തരവാദി തൻ്റെ പൗരുഷത്തിൻ്റെ ഒരു തെളിവാണ്. അതുകൊണ്ട് അതിന് പകരം കണ്ണുപൊട്ടിച്ച് കാണിക്കുക കുറെ പഠനം. ഏതായാലും ഇയാൾ കണ്ണിലിങ്ങനെ ചോര ഒലിപ്പിച്ച് നിൽക്കുമ്പോൾ അവിടെ നാടകം അവസാനിക്കും. പക്ഷെ 2ാമത്തെ നാടകത്തിൽ പറയുന്നുണ്ട്, നിസ്സഹായനായിട്ട് എല്ലാവരിൽ നിന്ന് ഒറ്റപ്പെട്ട ഈഡിപ്പസിനെ ധൈര്യമായി മുമ്പോട്ട് വന്ന് അച്ഛൻ്റെ ഭാഗത്തല്ലായിട്ട് മകൾ ആന്റിഗണിയാണ് വിളിച്ചു പോകുന്നത്. എന്ത് ഗംഭീര കഥാപാത്രം! തുടക്കം മുതൽ നമ്മുടെ ഒരു പൊതുവായിട്ടുള്ള നമ്മുടെ മനുഷ്യ സ്വഭാവം ഇതാണല്ലോ. എല്ലാവരും കൂടെ അങ്ങോട്ട് ലഹള ഉണ്ടാക്കാൻ തുടങ്ങിയാൽ കൂടെ ഓടുക. കുറച്ച് കഴിയുമ്പോൾ ഈ കൂടെ ഓടുന്ന ആരും കാണില്ല. അങ്ങനെയുള്ള പ്രതിസന്ധിയിൽ ഇതാണ് ശരിയായിട്ടുള്ള വഴി. എൻ്റെ അച്ഛനെ നിങ്ങൾ ആക്ഷേപിക്കരുത്. അദ്ദേഹം, അമ്മ മരിച്ചു, അമ്മ ആത്മഹത്യ ചെയ്തു, പോകാനിടമില്ല. അങ്ങനെ ആദ്യം ആന്റിഗണിയും പിന്നെ ആന്റിഗണിയുടെ അനുജത്തിയായിട്ടുള്ള ഇസ്മിനിയ അവർ 2 പേരും കൂടി ഒരു ഗ്രാമത്തിലേക്ക്, അത് ഈ തീബ്സിന് പുറത്താണ്. തീബ്സിന് പുറത്ത് ആഥൻസിൽ അന്ന് തെസ്യൂസ് ആണെന്ന് ആഥൻസിലെ രാജാവ്. അവിടേക്ക് കൊണ്ടുപോയി അച്ഛനെ അവിടെ ഒരു ചെറിയ കുടിലിൽ താമസിപ്പിക്കുകയാണ്. കുടിലിൽ താമസിപ്പിക്കുമ്പോൾ ആ നാടകത്തിൽ ഞാൻ വിശദമായിട്ട് പറയുന്നില്ല, സമയക്കുറവുണ്ട്. എങ്കിലും അതിലെ ചില കാര്യം എനിക്ക് പറഞ്ഞേ പറ്റുള്ളൂ. അത് ആന്റിഗണിയുടെ സ്വഭാവത്തിൻ്റെ ഒരു സൗന്ദര്യം കാണിക്കാനാണ് പ്രധാനമായും. അയാൾ അവിടെ താമസിക്കുമ്പോൾ എല്ലാവരും ചീത്ത പറയും, എല്ലാവരെയും ഒറ്റപ്പെടുത്തുകയായിരുന്നു. നമ്മുടെ ഈ എന്തൊരു സുഖമുണ്ടല്ലോ, ആൾക്കാരൊക്കെ അടുത്ത് വരാൻ കിട്ടാനതിൻ്റെ എയ്ഡ്സ് പിടിച്ചവർ പോലും അവരെക്കാട്ടിലും സ്വാതന്ത്ര്യം ഈഡിപ്പസിനുണ്ടായിരുന്നു. അവരുടെ അത്ര പോലും സ്വാതന്ത്ര്യം ഈഡിപ്പസിനില്ല. നേരെ തിരിച്ചറിയാം. അങ്ങനെ ഒറ്റപ്പെട്ട് നിൽക്കുമ്പോൾ അന്നേരമാണ്
ഈഡിപ്പസിന് ഒരു വെളിച്ചം. ഈഡിപ്പസിന് കിട്ടിയ വെളിച്ചം എന്തായിരുന്നു വെച്ചാൽ, ഈഡിപ്പസിനോട് ഒരു വെളിച്ചപ്പാട് വന്നിട്ട് പറഞ്ഞു, ഈഡിപ്പസ്, നിങ്ങൾ എവിടെയാണോ നിങ്ങൾ മരിച്ചു വീഴുന്നത്, നിങ്ങൾ മരിച്ചു വീഴുന്ന സ്ഥലം പുണ്യസ്ഥലമായിട്ട് മാറും. ഒരു അശരീരി പോലെ കേട്ടുന്ന രീതി വേണം നമുക്ക് പറയാം. പക്ഷെ അത് കാട്ടുതീ പോലെ ഈ വാർത്തയെന്ന് പറഞ്ഞു പലതും. എല്ലാവരും തെറ്റുകാരൻ, കുറ്റക്കാരൻ, ജനങ്ങളുടെ ശത്രു എന്ന് പറഞ്ഞ ഈഡിപ്പസ് മരിക്കുന്നിടത്ത് പുണ്യസ്ഥലമാകുമത്രേ. ശത്രുക്കൾ മുഴുവൻ ദുബായിൽ നിന്ന് ഒരു 10 ടൺ ഗോൾഡുമായിട്ട് വന്ന ആളിൻ്റെ അടുത്ത് കൂടുന്നത് പോലെ എല്ലാവരും മടങ്ങി വരാൻ തുടങ്ങി. ശത്രുക്കൾ മുഴുവൻ. ക്രിയോൺ പോലും തിരിച്ചു വന്നു. ഈഡിപ്പസ് തിരിച്ച് തീപ്സിലേക്ക് വരും. ഞങ്ങൾക്കും മനസ്സിലാകുന്നു നിങ്ങൾ വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ല, അറിയാതെ ചെയ്തതല്ലേ. പക്ഷേ ഈഡിപ്പസ് തിളക്കമുള്ള കഥാപാത്രമാണ്. ക്രിയോണിനെ അടിച്ചില്ലെന്നേ ഉള്ളൂ. അന്ധനാണെങ്കിലും ഓടാ, നീ വന്നതിന്റെ രഹസ്യം എനിക്ക് മനസ്സിലായി. അതിനുശേഷം പെൺമക്കളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈഡിപ്പസിനെ തിരിഞ്ഞു നോക്കാത്ത 2 ആൺമക്കളുണ്ട്. ആ ഭാഗം വായിച്ചാൽ നമുക്ക് വിചാരിക്കും, ഇന്ന് 21ാം നൂറ്റാണ്ടില് ഒരു വീട്ടില് അച്ഛനെ തിരിഞ്ഞു നോക്കാത്ത മക്കളോട് അച്ഛൻ ചീത്ത പറയുകയാണ്. ആൺമക്കളെന്ന് പറഞ്ഞ് നടക്കുന്നു തിരിഞ്ഞു നോക്കാത്ത പെട്ടികൾ. അത് ഈഡിപ്പസ് പറയുന്നതാണ്. എന്നിട്ട് ഈഡിപ്പസ് അപ്പം ഈ തെസ്യൂസ്, അടുത്ത രാജ്യത്തെ തെസ്യൂസ് ഗംഭീരമായിട്ട് ബഹുമാനത്തോടെ ഈഡിപ്പസിനോട് പറഞ്ഞു, അങ്ങേക്ക് ഇഷ്ടമുള്ള കാലം അത്രയും എൻ്റെ രാജ്യത്തിൻ്റെ അതിർത്തിയിൽ താമസിച്ചു. അങ്ങ് എവിടെ പോകണം, മറ്റിടത്ത് പോകണം, അങ്ങ് തിരിയും. പക്ഷേ അങ്ങ് എന്നും ഞാൻ രക്ഷിക്കും. അങ്ങയുടെ ഭാഗത്ത് തെറ്റില്ല. അതാണ് ഈഡിപ്പസ്. കൊളോണസ് എന്നുള്ളത് അതിർത്തിയിലുള്ള ചെറിയ ഗ്രാമമാണ്. അപ്പൊ അവിടെ താമസിക്കുമ്പോൾ ആമക്കൾ രണ്ടും എല്ലാവരും കൂടി ക്രിയോണിന്റെ കൂടെ പോയി. 2 പേർക്കും അപ്പൊ ക്രിയോണിനെ അറിയാം രാജാവാകേണ്ടത് ഈഡിപ്പസിന്റെ മക്കളാണ്. എറ്റിയോപ്പിൾസും പോളിനീസസും 2 ആമക്കളുണ്ട്. അവർ രണ്ടും ഒരാൾക്ക് രാജാവും. അവർ തമ്മിൽ അണ്ടർസ്റ്റാൻഡിങ് എത്തി. നമ്മുടെ കർണാടകയിലെ പോലെയാണ്. 1 വർഷം എറ്റിയോപ്പിൾസ്, 1 വർഷം മറ്റേ പോളിനീസ്, മാറി മാറി. ആദ്യത്തെ 2 വർഷം ഭംഗിയായിട്ട് കഴിഞ്ഞു. 3ാമത്തെ വർഷം എറ്റിയോപ്പിൾസ് പറഞ്ഞു, ഞാൻ മാറുന്നില്ല, എനിക്ക് രാജാവായിട്ട് തുടരണം. ലഹളയായി, യുദ്ധമായി. ക്രിയോൺ വിചാരിച്ചു ഇത് തന്നെ അവസരം. 2 പേര് അനിയനും ചേട്ടനും നമ്മെ അടിക്കുന്നുണ്ടല്ലോ. ആ ക്രിയോൺ മാറി നിന്നിട്ട് എറ്റിയോപ്പിൾസിന്റെ കൂടെ ചേർന്നിട്ട് പറഞ്ഞു, നീ തന്നെ തുടർന്നാൽ മതി. അപ്പോൾ പോളിനീസസ് അയൽ രാജ്യത്ത് പോയി അയാളെ കൂട്ടിയിട്ട് യുദ്ധമൊക്കെ തുടങ്ങി. 2 പേരും ഈഡിപ്പസിന്റെ അടുത്ത് എന്ന് പറഞ്ഞു. ഈഡിപ്പസ് പറഞ്ഞു, കുറച്ച് സമയമേ ഉള്ളൂ, അധിക സമയം 2 പേർക്കും ഇല്ല. 2 പേരും പരസ്പരം യുദ്ധം ചെയ്ത് മരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് 2 പേരും പോയിട്ട് നിങ്ങൾക്ക് താല്പര്യമുള്ള യുദ്ധം നടത്തിക്കോളൂ, എൻ്റെ അടുത്ത് നിൽക്കണ്ട. അത് തന്നെ സംഭവിച്ചു. അപ്പോ ഒരു ദിവസം രാത്രി ഈഡിപ്പസ് എഴുന്നേറ്റിട്ട് പെരുമഴ, ഇടിയും മിന്നൽ. അന്ധനായ ഈഡിപ്പസ് എഴുന്നേറ്റിട്ട് മക്കളോട് പറഞ്ഞു, ഞാൻ മരിക്കാൻ പോവാണ്, എനിക്ക് നിങ്ങൾ എൻ്റെ കൂടെ വരണ്ടെന്ന് പറഞ്ഞു. ആ നാടകം അവസാനിക്കുമ്പോൾ നമ്മൾ കാണുന്നത് ആന്റിഗണിയും ഇസ്മിനിയും ആ നാട്ടിലുണ്ടായിരുന്ന ഗ്രാമങ്ങളിലെ കുറെ പേര് എല്ലാവരും കൂടി ഇടിയും മിന്നലുള്ള പെരുമഴയത്ത് ഈഡിപ്പസ് ഇങ്ങനെ നടക്കുന്നതായിട്ടാണ് നാടകം അവസാനിക്കുന്നത്. എന്തോ ഒരു സിനിമാറ്റിക് പൊട്ടൻഷ്യൽ അദ്ദേഹം ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഈ സിനിമ എന്നുള്ള ഒരു മീഡിയം വരുമെന്നും ആ സിനിമ വരുമ്പോൾ ഈ ഈഡിപ്പസ് അറ്റ് കൊളോണസ് എന്നുള്ളതിലെ അവസാന രംഗമുണ്ട്. ഇടിയും മിന്നലും പെരുമഴയത്ത് ഈഡിപ്പസ് ഇങ്ങനെ ഒരു സ്ഥലത്ത് എന്നിട്ട് ഇവിടെ
ആഥൻസിൻ്റെ ഒരു പോയിന്റ് വന്നിട്ട് ഈഡിപ്പസ് മരിച്ചു വീഴുകയാണ്. അങ്ങനെയാണ് ആഥൻസ് പുണ്യസ്ഥലമായിട്ട് മാറുന്നത്. ഈഡിപ്പസ് മരിച്ചു വീഴുന്നിട്ട് ആൾക്കാർ ഇരുന്നിട്ട് നമ്മൾ ധരിക്കരുത് ഈഡിപ്പസ് എന്നേക്കുമായിട്ട് ലോകം മുഴുവൻ മനുഷ്യ മനസ്സുകളിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരാളല്ല ഈഡിപ്പസ്. ഈഡിപ്പസ് മരിക്കുമ്പോൾ പുണ്യവാളായിട്ടാണ് മരിക്കുന്നത്. അതിനുശേഷം ഇതറിഞ്ഞിട്ട് രണ്ട് പെൺകുട്ടികളും കൂടി ക്രിയോണിൻ്റെ അടുത്തേക്ക് പോയി. അവിടെയാണ് എറ്റിയോപ്പിൾസും ഈഡിപ്പസ് പറഞ്ഞ പോലെ തന്നെ മറ്റേ ആൾ അനിയൻ പോളിനീസസ് അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടി മരിച്ചു. ക്രിയോണിന് സന്തോഷമായി. അപ്പോൾ ക്രിയോണിൻ്റെ കൂടെ ഉണ്ടായിരുന്നത് എറ്റിയോപ്പിൾസും ക്രിയോണിൻ്റെ അടുത്ത അയൽരാജ്യമായിട്ട് ചേർന്ന് യുദ്ധം ചെയ്തത് പോളിനീസസും. അപ്പൊ ക്രിയോൺ ഒരു ഓർഡർ ഇറക്കി. ഓർഡർ എന്താന്ന് വെച്ചാൽ, എൻ്റെ കൂടെ നിന്ന ഈഡിപ്പസിന്റെ മകൻ എറ്റിയോക്കിൾസിന് ഞാൻ എല്ലാ ആദരവും നൽകും. പക്ഷേ അയൽക്കാരുടെ കൂടെ നിന്ന് തീബ്സിനെ തോൽപ്പിക്കാൻ ശ്രമിച്ച പോളിനീസസ് അവൻ്റെ ശവശരീരം നടു റോഡിൽ കിടക്കണം. അതിനൊരൊറ്റ മനുഷ്യനും അതിന് ഒരു ബെറിയൽ കൊടുക്കാൻ പാടില്ല. രാജകൽപ്പനയാണ്. 2-3 ജോലിക്കാരെ കൂടെ നിർത്തി ആരെങ്കിലും ഒരു പിടി മണ്ണെങ്കിലും അതിന് മുകളിലിട്ടാൽ അവരെ കൊല്ലണം. ഇതാണ് ആന്റിഗണി എന്ന നാടകത്തിൻ്റെ തുടക്കം. അതിമനോഹരമായ നാടകമാണ്. അപ്പോ ആന്റിഗണി സ്വകാര്യമായിട്ട് വിവരം അറിഞ്ഞ് എന്ന് അനിയത്തി ഇസ്മിനിനോട് ചോദിക്കുകയാണ്. ഇസ്മിനി, നമ്മുടെ 2 സഹോദരന്മാർ വെട്ടിമരിച്ചു. ഒരാളിനെ രാജകൽപ്പന പറഞ്ഞിരിക്കുന്നു, അയാളെ എല്ലാ ഹീറോ ആയിട്ട് നമ്മളെല്ലാവരും സ്റ്റേറ്റ് എന്താണ് പറയുന്നത്, സ്റ്റേറ്റ് ഫ്യൂണറൽ, രാജ്യത്തിൻ്റെ ഏറ്റവും ബഹുമാനമുള്ള ഫ്യൂണറല് ഒരു മകന്, മറ്റേ മകൻ്റെ ശരീരം ചെന്നായ്ക്കളും നായയും കഴുകനും കൊത്തിക്ക് തിന്നാനായിട്ട് നടുപൊട്ടി കിടക്കുകയാണ്. ഇത് ശരിയല്ല. അതുകൊണ്ട് ആന്റിഗണി പറഞ്ഞു, രാജാവ് എന്ത് പറഞ്ഞാലും നമുക്ക് നമ്മുടെ സഹോദരനല്ലേ അവന് നമുക്ക് ഒരു ഫ്യൂണറൽ കൊടുക്കണം. ഒരു നാടകത്തിൻ്റെ ക്രിയാംശം ആരംഭിക്കുന്ന നിമിഷമാണ്. ഇവിടെ ഒരു തീരുമാനമുണ്ട്. അപ്പോൾ ഇസ്മിനി പറഞ്ഞു, ഞാൻ വരില്ല. രാജകൽപ്പനയെ ലംഘിക്കാനോ, നമ്മളെ കൊന്നുകളെ അങ്ങനെ തന്നെയാണ്. ആരെങ്കിലും അവൻ്റെ മൃതശരീരത്തിൽ ഒരു പിടി മണ്ണ് വാരിയിട്ട് അവന് ഇത് കൊടുത്താൽ കൊല്ലും. ഇസ്മിനി മടങ്ങിപ്പോയി. അവിടെയാണ് ആന്റിഗണി എന്ന കഥാപാത്രം വളരാൻ തുടങ്ങുന്നത്. ആന്റിഗണി എല്ലാ അപകടവും നോക്കിക്കൊണ്ട് തന്നെ രാത്രിയിൽ കുപ്പായമൊക്കെ തലയിങ്ങനെ ഒന്ന് മറിച്ചിട്ട് പോയി മണൽ വാരി മന്ത്രമൊക്കെ ജപിച്ച് മറ്റേ സഹോദരനെ വെറിയിൽ കൊടുത്തു. പട്ടാളക്കാർ ഓടി വരുമ്പോഴത്തേക്ക് അവനൊന്ന് ഉറങ്ങിപ്പോയി. അവൻ ഓടിച്ചെന്ന് ക്രിയോണിനോട് പറഞ്ഞു, രാജാവേ, ഞങ്ങളോട് ക്ഷമിക്കണം, ആരോ അവന് ഫ്യൂണറലിൽ കൊടുത്തു കഴിഞ്ഞു എന്ന് പറഞ്ഞു. ഇയാൾ അവരെ കൊന്നില്ലെന്നേ ഉള്ളൂ, നീ കഴിഞ്ഞിട്ടില്ല, മുഴുവൻ സമയമായിട്ടില്ല, നീ വീണ്ടും പോയി നിനക്ക് കണ്ടുപിടിക്കത്തുള്ളൂ, ഇല്ല നീ ഞാൻ കൊല്ലും. പട്ടാളക്കാർ പോയി കണ്ടു. വീണ്ടും കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അവരൊന്ന് മാറിയപ്പോൾ ആന്റിഗണി ഓടി വന്ന് ഇവന് മൺവാരിയിട്ട് പിടിച്ചു ക്രിയോണിന്റെ മുമ്പിൽ കൊണ്ടുവന്നതിന് ശേഷം ക്രിയോണും ആന്റിഗണിയും തമ്മിലുള്ള ഒരു ഡിബേറ്റ് ഉണ്ട്. ഞാൻ ആവർത്തിച്ച് മറക്കാനൊക്കാത്തെന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ ക്ഷമിക്കണം. ഞാനത് പറയാൻ കാരണം ഞാൻ മറക്കാത്തതുകൊണ്ടാണ്. ബ്യൂട്ടിഫുൾ ഡിബേറ്റില് ക്രിയോണിന്റെ ആദ്യത്തെ വാചകം തന്നെ, നിന്നെ ഞാൻ കൊല്ലാൻ തീരുമാനിച്ചിരിക്കുന്നു, രാജകൽപ്പന ലംഘിച്ചതിന് നിന്നെ സമയത്തിന്റെ മാത്രം ഉടനെ ഐ എം ഗോയിങ് ടു എക്സിക്യൂട്ട് യു.
കൊല്ലാൻ പോവുക. നീ അറിഞ്ഞില്ല. ഞാൻ അറിഞ്ഞു, ഇങ്ങനെയുള്ള ഒരു രാജകൽപ്പന ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്താണ്. പിന്നെ എന്തിനാണ് ചെയ്തത്? നിയമമല്ലേ ഈ രാജ്യത്തത്? ഒരു രാജ്യദ്രോഹിക്ക് മര്യാദയ്ക്കുള്ള ശവസംസ്കാരം കൊടുക്കരുതെന്ന് നീയും ഒരു പ്രിൻസസ് അല്ലേ? നിനക്കറിയില്ലേ കൊടുക്കാൻ പാടില്ല എന്നുള്ളത്? അതറിയും. പിന്നെ എന്തിനാ നീ അത് ചെയ്തത്? അത് ചെയ്തത് രാജകൽപ്പനകളെക്കാട്ടിലും ഉയർന്ന മറ്റൊരു കൽപ്പനയുണ്ട്. അത് ദൈവത്തിൻ്റെ കൽപ്പനയാണ്. ആ കൽപ്പന എന്താണെന്ന് വെച്ചാൽ മരണപ്പെട്ട ആളിന് ശവസംസ്കാരം കൊടുക്കണം. നിങ്ങളുടേത്, രാജാവിൻ്റെത് ലിഖിതമായിട്ടുള്ള നിയമമാണ്. അതിനുമൊക്കെ എത്രയോ ഉയരത്തിലാണ് അലിഖിത നിയമമുള്ളത്. മരിച്ച ആളിന് ശവസംസ്കാരം. അത് എൻ്റെ സഹോദരനായതുകൊണ്ട് ഞാൻ ചെയ്യും. നിങ്ങൾ എന്നെ കൊന്നാലും ഞാനത് ചെയ്യും. അപ്പൊ ഇവിടെ ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തതുപോലുള്ള വലിയൊരു പ്രശ്നം ഇവിടെ വന്നു. ഇവിടെ തെറ്റും ശരിയുമല്ല. തെറ്റും ശരിയും തമ്മിലുള്ള ഒരു യുദ്ധത്തിനപ്പുറം രണ്ട് ശരിയിൽ ഏത് തിരഞ്ഞെടുക്കും എന്നുള്ള ചോദ്യമാണ്. രണ്ട് ശരിയാണ് അവിടെ നിലനിൽക്കുന്ന നിയമം. എല്ലാവർക്കും അറിയുന്ന നിയമമുണ്ട്. രാജ്യദ്രോഹിക്ക് ശവസംസ്കാരം കൊടുക്കാൻ പാടില്ല. ശരിയാണ്. എൻ്റെ സഹോദരന് ദേവന്മാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, എന്ത് സംഭവിച്ചാലും നിന്റെ സഹോദരന് നീ അല്ലാതെ മറ്റാരും ഒരു ശവസംസ്കാരം കൊടുക്കില്ല. നീ അത് കൊടുത്തേ പറ്റും. അല്ലെങ്കിൽ ആത്മാവ് നിത്യശാന്തി കിട്ടാതെ അലഞ്ഞു നടക്കും എന്ന് പറഞ്ഞു. ഒരു ചില്ലറ പേജല്ല, ഒരു ആകെ 960 വലിയ മറ്റോ ആണ് ആ നാടകത്തുള്ളത്. ഞാൻ നോക്കട്ടെ. അപ്പോൾ അല്ല 960 1260 വരികളാണ് ഈ നാടകത്തിലുള്ളത്. ആ 1200 വരികളില് 360 വരികൾ ഇവർ തമ്മിലുള്ള ഡിബേറ്റാണ്. കാരണം അതാണ് അതിൻ്റെ ഹാർട്ട്, ഹൃദയം എന്ന് പറയുന്നത്. രണ്ട് മൂല്യ സങ്കല്പങ്ങൾ. ഇതിലേതാണ് ശരി? ദൈവത്തിന്റെ നിയമമാണോ നല്ലത്, അതോ മനുഷ്യനിർമ്മിതമായ നിയമമാണോ? സീരിയസ് ഡിബേറ്റാണ്. ആ ഡിബേറ്റിന്റെ അവസാനം ക്ഷോഭം കൊണ്ട് സഹിക്കാമെന്ന് ക്രിയോൺ പറഞ്ഞു, ഇവിടെ കൊണ്ടുപോയി കൊന്നോളും. അത് അവർക്ക് നമ്മളെപ്പോലെ തന്നെ മനുഷ്യനെ ഉപദ്രവിക്കുന്ന ഒരുപാട് വഴി അറിയാം. വെറും തൂക്കിക്കൊല മാത്രമല്ല. ഇവിടെ കൊണ്ടുപോയി ഒരു ഗുഹയ്ക്കുള്ളിൽ ഇട്ടിട്ട് ഗുഹ സിമെന്റ് വെച്ചിട്ട് അടച്ചോളൂ. അതിനകത്ത് കിടന്ന് ശ്വാസം മുട്ടി മരിക്കും. അതാണ് കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ